സ്തോത്രം. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. ഭാരങ്ങൾ നേരിടുമ്പോൾ കാര്യങ്ങളാൽ താങ്ങിടുന്നു. മരണത്തിൻ താഴ്വരയാതിലുമെന്നെ പിരിയാത്ത മാധുര്യ നല്ല സഖിതാൻ. അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവനിൽ കരുതിയിടുന്നു. ആവശ്യ കാര്യങ്ങളണഞ്ഞിടുമ്പോൾ അവലംബമായി എനിക്കവൻ മാത്രമാ. മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും, മാറ്റമില്ലാത്തവൻ മാനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കാ. തീരണം പാരിലെന്നാ തിരുപദ സേവയതാ. ചേരും ഞാൻ ഒടുവിലൻ പ്രിയനാരികിൽ, ആരുമായോടവൻ എന്നെ മറുടണയ്ക്കും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 144 സങ്കീർത്തനം 9 മുതലുള്ള ചില തിരുവചനങ്ങൾ. ദൈവമേ, ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും, 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിന്റെ ദാസനായ ദാവീദിനെ ദോഷകരമായ വാളിങ്കൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ. അവരുടെ വായ് ഭോഷ്ക് സംസാരിക്കുന്നു, അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കൈ ആകുന്നു. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ 1000-ആയും 10,000-ആയും പെറ്റ് പെരുകട്ടെ. ആമേൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം കൂടി നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥന അറയിൽ എന്നതിനെ കുറിച്ച് 91 സങ്കീർത്തനം 1 വാക്യത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. അത്യുന്നതന്റെ മറവിൽ, അതായത് രഹസ്യ സ്ഥലത്ത് വസിക്കുന്നവൻ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നു എന്നതാണ്. രഹസ്യ സ്ഥലം അഥവാ അത്യുന്നതന്റെ മറവ് ഏതാണ്? അത് നമ്മുടെ പ്രാർത്ഥന മുറിയാണ്, പ്രാർത്ഥന അറയാണ്. അധിക നേരം ദൈവത്തോടു കൂടെ തനിയെ ഇരിപ്പാൻ നാം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നാം രഹസ്യ സ്ഥലത്തല്ല എന്നാണ് അർത്ഥമാകുന്നത്. ആത്മീയമായി ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ അധിക സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ ദാഹിക്കുന്നത് പോലെ നാം ദൈവ സാന്നിധ്യത്തിനു വേണ്ടി കാംക്ഷിക്കണം. ഒരർത്ഥത്തിൽ രഹസ്യ സ്ഥലം എന്നത് ദൈവത്തിന്റെ ഹൃദയമാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്നത് ദൈവത്തിന്റെ ഹൃദയത്തിൽ ആയിരിക്കുന്ന അനുഭവം അത്രേ. ദൈവത്തിന്റെ ഹൃദയത്തിൽ വസിക്കുന്നതിലുള്ള അനുഗ്രഹവും സന്തോഷവും ഒരിക്കൽ അനുഭവിച്ചാൽ പ്രാർത്ഥന നിർത്തുവാൻ നമുക്ക് തോന്നുകയേ ഇല്ല. മോശ മലയുടെ മുകളിൽ ദൈവസന്നിധിയിൽ പോയി. അവിടെ എന്താണ് സംഭവിച്ചത്? മോശ ദൈവത്തോട് കൂടെ സംസാരിച്ചതിനാൽ അധികം ദൈവം മോശയോടും സംസാരിച്ചു. നാം ദൈവത്തിന്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത് എങ്കിൽ നാം ദൈവത്തോടു കൂടെ സംസാരിക്കുന്നതിലും അധികം ദൈവം നമ്മോട് സംസാരിക്കും. ഒരിക്കൽ നമ്മുടെ മിഷന്റെ സ്ഥാപകനായ പാസ്റ്റർ പോൾ ഇന്ത്യയിലുള്ള ഒരു സഹോദരനോട് ഇപ്രകാരം എഴുതി: നിങ്ങൾ ധൃതിപ്പെട്ട് ശുശ്രൂഷയിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവം നിന്നോട് പറയുന്നത് ചെയ്യുക. ഒരു ശത്രുവിനും കടക്കുവാൻ കഴിയാത്ത ഒരു വലിയ കോട്ടയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്ന് 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു. രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം എന്നിവ ഒന്നും നമ്മോട് അടുത്തു വരികയില്ല. ഏറ്റവും ബലഹീനനായ വിശുദ്ധനും മുട്ടിന്മേൽ നിൽക്കുമ്പോൾ സാത്താൻ വിറയ്ക്കും. പ്രാർത്ഥനാ ജീവിതത്താൽ എത്ര വലിയ സൂക്ഷിപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നത് എന്ന അറിവ് അനേകം ദൈവമക്കൾക്കും ഇന്നില്ല എന്നത് വളരെയധികം ദുഃഖകരമാണ്. ആയതിനാൽ പ്രിയ ദൈവ പൈതലേ,
നമുക്കും അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ വസിക്കാം. സർവശക്തനായ ദൈവത്തിന്റെ നിഴലിന്റെ കീഴിൽ പാർക്കാം. ആ ദൈവത്തിന്റെ സംരക്ഷണയിൽ തന്നെ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ പ്രാർത്ഥന ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ, വചന ധ്യാനത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആയുസിന്റെ ഒരു ദിനം കൂടി തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്നു കർത്താവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം കർത്താവേ. നിങ്ങളെല്ലാവരും പ്രാർത്ഥന ജീവിതമുള്ളവരായി തീരുവാൻ യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കുക. 91 സങ്കീർത്തനം പഠിപ്പിക്കുന്നത് പോലെ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുമെന്ന വചനം പോലെ കർത്താവേ, പ്രാർത്ഥനയിൽ വചന ധ്യാനത്തിൽ ഉറ്റിരിപ്പാൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായി ഞങ്ങൾ മാറുവാൻ ഹല്ലേലൂയ. ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണപ്പാ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ, ദൈവം ദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ സകലരും നിത്യജീവനായി ഒരുങ്ങുവാൻ ദൈവം സഹായിക്കണപ്പാ. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവദാസന്മാർ ഹല്ലേലൂയ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളാൽ ഭാരത്തോടെ ആയിരിക്കുന്നു, രോഗത്താല്, വേർപാട്, ദുഃഖത്താല്, ഹല്ലേലൂയ അമേ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഞെരുക്കത്തിലാല്, സ്വസ്ഥതയോടെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥയിലൊക്കെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു അപ്പാ. എല്ലാവർക്കും ശാന്തതയും സമാധാനവും സ്വസ്ഥതയും നൽകി സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തെ പ്രാർത്ഥിപ്പാനുള്ള അനുകൂല സാഹചര്യങ്ങൾ അങ്ങ് നൽകണപ്പാ. ജീവനുള്ള ദൈവം ഏതെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു മകൾ ഭാഗ്യ നാളുകളിൽ കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്ക് ദൈവം നൽകണപ്പാ. ഹല്ലേലൂയ. യേശു കർത്താവിനെ പിരിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കർത്താവേ. ആമേൻ. യേശുവിനോട് കൂടെ ആയിരിക്കാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണപ്പാ. എല്ലാവർക്കും സന്തോഷം, സൗഖ്യം, സമാധാനം നൽകണപ്പാ. നിത്യജീവന് വേണ്ടി സകലരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളൊരു നാൾ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവ്, ദിനംതോറും യേശുവിനോട് കൂടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അനുഗ്രഹിക്കുമാടിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.